കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് തന്നെയാണ്. LSSൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മലയാളത്തിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, വള്ളത്തോൾ, ഉള്ളൂർ. ഇത് ഓപ്ഷൻസ് ഒന്നുമില്ലാതെ കൂട്ടുകാർ ഉത്തരം പറയുന്നറിയാം. ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. അടുത്തത്, മാഴ്കുക എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മാഴ്കുക, സന്തോഷിക്കുക, ദുഃഖിക്കുക, സംസാരിക്കുക, ശ്രദ്ധിക്കുക. മാഴ്കുക എന്നാൽ എന്താണ്? ദുഃഖിക്കുക എന്നാണ് അർത്ഥം. ദുഃഖിക്കുക. ഓപ്ഷൻ ബി, ദുഃഖിക്കുക. മൂന്നാമത്തെ ചോദ്യം, സ്വർണ്ണത്തളിക. സ്വർണ്ണത്തളിക, അവിടെ ഒരു പ്ലസ് ചിഹ്നം എന്നുള്ളത് ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. സ്വർണ്ണത്തളിക എന്ന വാക്ക് പിരിച്ചെഴുതുക. സ്വർണം പ്ലസ് തളിക, സ്വർണം പ്ലസ് തളിക തന്നെയാണ് പിന്നീടും കൊടുത്തത്. സ്വർണം എന്നുണ്ട് കേട്ടോ. സ്വർണം പ്ലസ് തളിക, സ്വർണ പ്ലസ് തളിക, സ്വർണ പ്ലസ് തളിക. അപ്പോൾ ഇതിലേതാണ് സ്വർണ്ണത്തളിക? സ്വർണ പ്ലസ് തളികയാണ്. ഓപ്ഷൻ സി, സ്വർണ പ്ലസ് തളികയാണ് സ്വർണ്ണത്തളിക. നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. പച്ചക്കൊരു കെട്ട്, ചുട്ടാലൊരു കൊട്ട എന്ന കടങ്കഥയുടെ ഉത്തരം കണ്ടെത്തി എഴുതുക. പച്ചക്കൊരു കെട്ട്, ചുട്ടാലൊരു കൊട്ട. ഉപ്പേരിയാണോ, ദോശയാണോ, ഉപ്പുമാവാണോ, പപ്പടമാണോ? ഓപ്ഷൻ ഡി, പപ്പടമാണ് ശരി ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. കച്ച കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കച്ച കെട്ടി ഇറങ്ങി എന്നൊക്കെ പറയില്ലേ? കച്ച കെട്ടുക, തയ്യാറാവുക, ഉടുത്തൊരുങ്ങുക, യാത്ര പോവുക, ഉറങ്ങുക. തയ്യാറാവുക. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലേ? കച്ച കെട്ടുക എന്നാൽ തയ്യാറാവുക. ആറാമത്തെ ചോദ്യം നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? പറവ, ഖഗം, വിഹഗം, പക്ഷം. ഇതിൽ 3 വാക്കുകൾക്ക് ഒരേ അർത്ഥമാണ്. അതിലൊന്ന് കൂട്ടത്തിൽപ്പെടാത്തതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി, പക്ഷമാണ്. ബാക്കിയൊക്കെ പറവയുടെ പര്യായ പദങ്ങൾ തന്നെയാണ്. ഖഗം, വിഹഗം ഒക്കെ പക്ഷിയുടെ പര്യായ പദങ്ങളാണ്. ഏഴാമത്തെ ചോദ്യം, ശരിയായ പദമേത്? വിജ്ഞാനം, 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 വിജ്ഞാനം. ഓക്കെ, ഇതിൽ ശരിയായ പദം ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ആദ്യത്തെ ഓപ്ഷൻ എ ആണ്, വിജ്ഞാനം. ചോദ്യം 8, വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ഏത്? വള്ളത്തോൾ രചിച്ച മഹാകാവ്യം മഗ്ദലന മറിയം, കൊച്ചു സീത, ചിത്രയോഗം, ബധിരവിലാപം. ഓപ്ഷൻ സി, ചിത്രയോഗമാണ് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം. 9ാമത്തെ ചോദ്യം നോക്കാം. ഓട്ടപ്രദക്ഷിണം നടത്തുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഞാനൊരു ഓട്ടപ്രദക്ഷിണം നടത്തി എന്നൊക്കെ പറയും അല്ലേ ചിലർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വേഗത്തിൽ ചുറ്റി നടന്നു, ഓടി പ്രദക്ഷിണം നടത്തി, തിടുക്കത്തിൽ കാര്യം നടത്തി, ഓടി ഓടി കാര്യം നടത്തി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. തിടുക്കത്തിൽ കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ ഓട്ടപ്രദക്ഷിണം നടത്തുക എന്ന് പറയുന്നത്. ഓക്കെ, 10ാമത്തെ ചോദ്യം നോക്കാം. ഉപ്പ് എന്ന കവിത ആരുടേതാണ്? ഉപ്പ് എന്ന കവിത ആരുടേതാണ്? ONV കുറുപ്പ്, വൈലോപ്പിള്ളി, ഉള്ളൂർ, വള്ളത്തോൾ. ഉപ്പ് എന്നത് ONVയുടെ ഒരു മാസ്റ്റർ പീസ് കവിതയാണ്. അപ്പോൾ ഓപ്ഷൻ എ, ONV കുറുപ്പാണ് ശരി ഉത്തരം. അപ്പോൾ ഇനി നമുക്ക് പരിസര പഠനത്തിലെ ചോദ്യങ്ങൾ നോക്കാം. EVSലെ ചോദ്യങ്ങൾ നോക്കാം. 1ാമത്തെ ചോദ്യം, ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്തിന് അനുസരിച്ച് ജീവിക്കുവാനുള്ള സവിശേഷതയാണ് ആവാസ വ്യവസ്ഥ, പരസ്പരാശ്രയത്വം, അനുകൂലനം, പരസ്പര ബന്ധം. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്തിന് അനുസരിച്ച് ജീവിക്കാനുള്ള സവിശേഷതയാണ് എന്ത്? ഓപ്ഷൻ സി ആണല്ലേ, അനുകൂലനം. ഓപ്ഷൻ സി, അനുകൂലനമാണ് ശരി ഉത്തരം. 2ാമത്തെ ചോദ്യം, തപ്പ്
പ്രധാന വാദ്യമായുള്ള കലാരൂപം ഏതാണ്? തപ്പ്, ഓട്ടൻതുള്ളലാണോ, പടയണിയാണോ, കുമ്മാട്ടിയാണോ, ചാക്യാർകൂത്താണോ? തപ്പ് പ്രധാന വാദ്യമായുള്ള കലാരൂപം. ഓപ്ഷൻ ബി പടയണിയാണ് ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2016 വർഷവുമായി ബന്ധപ്പെട്ട പരിപാടി ഏതാണ്? ഇത് കുറച്ച് മുന്നത്തെ ചോദ്യപേപ്പറാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. പയറുവിള വർഷമാണ് 2016. നാലാമത്തെ ചോദ്യം നോക്കാം. ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയ ആളിൻ്റെ പേര്? പിംഗളി വെങ്കയ്യ, രവീന്ദ്രനാഥ ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബിക്കാജി കാമ. ആരാണ് നമ്മുടെ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത്? ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ. അഞ്ചാമത്തെ ചോദ്യം. മോയിൻകുട്ടി വൈദ്യർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോയിൻകുട്ടി വൈദ്യർ. കോൽക്കളി, മാപ്പിളപ്പാട്ട്, മാർഗംകളി, നാടൻപാട്ട്. ഓപ്ഷൻ ബി മാപ്പിളപ്പാട്ട്. അടുത്ത ചോദ്യം. കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കായിക ദിനമായി ആചരിക്കുന്നത് ജനുവരി 30, ഒക്ടോബർ 15, ഡിസംബർ 27, ഓഗസ്റ്റ് 29. ശരി ഉത്തരം ഡിസംബർ 27 ആണ്. ഏഴാമത്തത് ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിലൊരു നക്ഷത്രക്കൂട്ടത്തിൻ്റെ വിന്യാസമാണ് തന്നിരിക്കുന്നത്. ഇത് ഏത് നക്ഷത്രക്കൂട്ടത്തിൻ്റെയാണ് എന്നാണ് ചോദിച്ചത്. എത്ര നക്ഷത്രങ്ങളുണ്ട്? 7 നക്ഷത്രങ്ങളുണ്ട് അല്ലേ? അപ്പോൾ കൂട്ടുകാരൊന്ന് പറഞ്ഞേ, ഇത് ഏത് നക്ഷത്രക്കൂട്ടമാണ്? സ്കോർപ്പിയസ് ആണോ, ഓറിയോൺ ആണോ, സപ്തർഷി ആണോ, കാസിയോപ്യ ആണോ? ഓപ്ഷൻ സി സപ്തർഷി. കാക്കകളില്ലാത്ത നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാക്കകളില്ലാത്ത നാട് ഏതാണ്? ലക്ഷദ്വീപ്, പുതുച്ചേരി, പനാജി, ശ്രീലങ്ക. ഏത് നാട്ടിലാണ് കാക്കകളില്ലാത്തത്? കുറച്ച് കൗതുകമുള്ളൊരു ചോദ്യമാണ് അല്ലേ? ലക്ഷദ്വീപിലാണ് കേട്ടോ കാക്കകളില്ലാത്തത്. ഇത് ടീച്ചർക്കും പുതിയ അറിവാണ് കേട്ടോ. കാക്കകളില്ലാത്ത നാട് ലക്ഷദ്വീപ്. ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. കോർപ്പറേഷൻ ഭരണത്തലവൻ ആരാണ്? കോർപ്പറേഷൻ്റെ ഭരണത്തലവൻ ആരാണ്? ചെയർമാൻ, മേയർ, പ്രസിഡന്റ്, കൺവീനർ. ഓപ്ഷൻ ബി മേയറാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. വാഴക്കൃഷിയുടെ ഇൻഷുറൻസ് തുക ലഭിക്കുവാൻ ദിവാകരൻ ചേട്ടൻ ഏത് സ്ഥാപനത്തെയാണ് സമീപിക്കേണ്ടത്? വാഴക്കൃഷിയുടെ ഇൻഷുറൻസ് തുക ലഭിക്കുവാൻ ഇൻഷുറൻസ് ഓഫീസിനെയാണോ, വില്ലേജ് ഓഫീസിനെയാണോ, പഞ്ചായത്ത് ഓഫീസിനെയാണോ, കൃഷിഭവനെയാണോ? വാഴക്കൃഷിയാണല്ലേ. അപ്പോൾ ഇൻഷുറൻസ് തുക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ഇൻഷുറൻസ് ഓഫീസിന് എഴുതാൻ പാടില്ല കേട്ടോ. വാഴക്കൃഷിയുടെ ഇൻഷുറൻസ് ആണ്. അപ്പം നമ്മൾ കൃഷിഭവനെയാണ് സമീപിക്കേണ്ടത്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കൃഷിഭവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബായ്.